ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച നിക്ഷേപ ഇടങ്ങളിൽ ഏറ്റവും മുൻനിരയിലാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ സ്ഥാനം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ഒട്ടും തന്നെ ജനകീയമായിരുന്നില്ല. വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രവണതയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും നിക്ഷേപകരും വളരെ വലിയ തോതിൽ വളരുകയും ചെയ്യുമെന്നാണ് വിദഗ്ധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കുറച്ചധികം വർഷങ്ങൾ കൊണ്ടാണ് എങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ആയി മാറുമെന്നും അതിലൂടെ വലിയ തോതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കാം. നിലവിലെ അവസ്ഥയിൽ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാറി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ എല്ലാ ആളുകളും തന്നെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ആയി മാറുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് A to Z കാര്യങ്ങളും ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ആയി മാറിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക. നമ്പർ 1 പോസിറ്റീവ് ചേഞ്ചസ് അഥവാ ഗുഡ് ചേഞ്ചസ്. നമ്പർ 2 ചലഞ്ചസ്. നമ്പർ 3 കൾച്ചറൽ ചേഞ്ചസ്. നമുക്കാദ്യം പോസിറ്റീവ് ചേഞ്ചസ് അഥവാ ഗുഡ് ചേഞ്ചസ് എന്താണ് എന്ന് നോക്കാം. ബഹുഭൂരിപക്ഷം നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ആയി മാറിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിക്ഷേപകർക്കും ഇന്ത്യൻ എക്കോണമിക്കും വളരെ പ്രയോജനകരമായ തരത്തിലുള്ള മാറ്റങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിറ്ററസി. ഇന്ത്യയിലെ ആളുകൾക്ക് പൊതുവെ ഫിനാൻഷ്യൽ ലിറ്ററസി അതായത് സാമ്പത്തിക സാക്ഷരത കുറവാണ് എന്നാണ് പറയപ്പെടുക. അതുകൊണ്ടായിരിക്കണം ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഇടങ്ങളിൽ പണം സൂക്ഷിക്കുകയും നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആളുകളിൽ ബഹുഭൂരിപക്ഷവും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നതിൻ്റെ അർത്ഥം അവരുടെ സാമ്പത്തിക സാക്ഷരത ഫിനാൻഷ്യൽ ലിറ്ററസി വർദ്ധിച്ചു എന്നാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ സാധ്യതയെപ്പറ്റി അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വളരെ വലിയ അവസരം ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിനാകെ നേട്ടമാണ്. അതുപോലെ ആ ഇൻവെസ്റ്റേഴ്സിന് വ്യക്തിപരമായിട്ടും നേട്ടമാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ആർജിച്ച ഒരു സമൂഹമാണ് രാജ്യത്തുള്ളത് എങ്കിൽ അത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനുള്ള വളരെ എളുപ്പത്തിലുള്ള വഴിയാണ്. ഇനി രണ്ടാമത്തെ ഗുഡ് ചേഞ്ച് ആണ് ബൂസ്റ്റ് ദ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ആളുകൾ നിക്ഷേപിക്കുന്ന പണം റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്കാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്, 2 മണി മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും മറ്റും ഉൾപ്പെടുന്ന വിഭാഗം. മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് പണം വ്യാപകമായിട്ട് ഒഴുകുന്നു എന്നാണ്. കമ്പനികൾക്ക് അവർക്കാവശ്യമായ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് സംഭരിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ഇതോടുകൂടി കോർപ്പറേറ്റുകൾ വളരെ വലിയ തോതിൽ വളരും. ഇന്ത്യയിലെ ബിസിനസ് ലോകം വളരെ വലിയ തോതിൽ വളരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് എക്കോണമിക്ക് മൊത്തം ഒരു ഉണർവാണ് ഉണ്ടാകുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്റ്റീവ് ആകുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ആക്റ്റീവ് ആകുന്നു, കമ്പനികൾക്ക് വളരെ വലിയ തോതിൽ ക്യാപിറ്റൽ സമാഹരിക്കാൻ സാധിക്കുന്നു, ഇൻവെസ്റ്റേഴ്സിന് വളരെ വലിയ തോതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഒരുപാട് തൊഴിലവസരങ്ങൾ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ രാജ്യത്തിൻ്റെ എക്കോണമിയെ വളരെ വലിയ രീതിയിലാണ് ബൂസ്റ്റ് ചെയ്യുക. ഇനി പോസിറ്റീവ് ചേഞ്ചസിൽ മൂന്നാമത്തതാണ്
ഒന്നാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മുടെ എല്ലാവരുടെയും നിക്ഷേപങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നമ്മുടെ പണം മുഴുവൻ ഒരിടത്ത് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിലവിൽ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളായ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ഇവയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ പരിമിതമാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ വലിയ തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷനാണ് ലഭിക്കുക. ഇപ്പോൾ സപ്പോസ് ഞാനൊരു 10,000 രൂപ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഈ 10,000 രൂപയെ മ്യൂച്വൽ ഫണ്ട് കമ്പനി വ്യത്യസ്തങ്ങളായ അസറ്റ് ക്ലാസ്സുകളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ തന്നെ വളരെ വലിയ തോതിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ഇക്വിറ്റിയിലേക്ക് മാത്രം നിക്ഷേപിക്കുന്നത്, ഡെപ്റ്റിലേക്ക് മാത്രം നിക്ഷേപിക്കുന്നത്, ഹൈബ്രിഡായി നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നമുക്കുണ്ടാക്കി തരുന്ന, നമ്മുടെ നിക്ഷേപങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഡൈവേഴ്സിഫിക്കേഷൻ വളരെ വലുതാണ്. ഇനി പോസിറ്റീവായ നാലാമത്തെ മാറ്റം റിഡക്ഷൻ ഇൻ ബ്ലാക്ക് മണി. നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ബ്ലാക്ക് മണി എന്നത്. പല ആളുകളും അവരുടെ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. വൈറ്റ് മണിയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കുക. അത് മാത്രമേ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് മണി ഇവിടെ കുറയപ്പെടും. കാരണം വൈറ്റ് മണി മാത്രമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ ബ്ലാക്ക് മണി വൈറ്റ് മണിയായി മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് മണി കയ്യിലുള്ളവർ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും അതിന് ടാക്സ് അടയ്ക്കുകയും അങ്ങനെ അതിനെ നല്ല നിക്ഷേപ ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. ഇനി പോസിറ്റീവ് ചേഞ്ചസിൽ അഞ്ചാമത്തതാണ് സ്റ്റേബിൾ സ്റ്റോക്ക് മാർക്കറ്റ്. നിലവിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മാർക്കറ്റ് കൂപ്പുകുത്താറുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മുടെ മാർക്കറ്റിന് ഉണർവ് ലഭിക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കടന്നുകയറ്റമാണ്. ഇന്ത്യക്കാരുടെ നിക്ഷേപങ്ങളിൽ ബഹുഭൂരിപക്ഷവും മ്യൂച്വൽ ഫണ്ടിലേക്കാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒഴുകിയെത്തുക സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തന്നെ ഉണ്ടാകുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ ഒരു പരിധിക്കപ്പുറം നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാത്ത ഒരവസ്ഥ സംജാതമാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചലഞ്ചസ് ആണ്, വെല്ലുവിളികൾ. എല്ലാവരും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ആയി മാറുമ്പോൾ ഇവിടെ ചില ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ചില വെല്ലുവിളികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ നിയന്ത്രിക്കാനുള്ള കെൽപ്പ് സെബിക്കും മറ്റ് റെഗുലേറ്ററി അതോറിറ്റികൾക്കും ഉണ്ട്. എങ്കിലും ഈ ചലഞ്ചസ് നമുക്ക് പരിഗണിച്ചേ പറ്റൂ. ഒന്നാമത്തെ ചലഞ്ച് മാർക്കറ്റ് റിസ്ക് അഥവാ മാർക്കറ്റ് വൊളാറ്റിലിറ്റി ആണ്. മ്യൂച്വൽ ഫണ്ടിലേക്ക് എല്ലാവരും നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോഴും എല്ലാവരും മ്യൂച്വൽ ഫണ്ട് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ല നിക്ഷേപകരാവുക. ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവുള്ള വ്യക്തികൾ ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരായി മാറുമ്പോൾ മാർക്കറ്റിലുണ്ടാകുന്ന ചെറിയ ഇടിവുകളിൽ വരെ ഇവർ പാനിക് ആവുകയും ഇവരുടെ കൈവശമുള്ള ഫണ്ടുകൾ അവർ വിറ്റഴിക്കുകയും ചെയ്യുന്നു. സപ്പോസ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയോ കൂടുതലായി അറിയില്ലാത്ത ഒരു സാധാരണ കൃഷിക്കാരൻ 1,00,000 രൂപ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ആ 1,00,000ത്തിൻ്റെ വാല്യൂ താഴേക്ക് വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത് കണ്ട ഇദ്ദേഹം പാനിക് ആവുകയും നിക്ഷേപം പിൻവലിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ വെല്ലുവിളിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ആണ്. എല്ലാവരും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരായി മാറുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വലിയ തോതിൽ ഫണ്ട് ഒഴുകിയെത്തുന്നു. ഇങ്ങനെ വലിയ തോതിൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇത്
പല കമ്പനികളുടെയും ഷെയറുകളുടെ ഓവർ വാല്യുവേഷന് കാരണമാകുന്നു. ചിലപ്പോൾ 100 രൂപ മാത്രം ആക്ച്വൽ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് 200 രൂപയ്ക്കോ 300 രൂപയ്ക്കോ ആണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു. അതായത് ശരിക്കും ആ സ്റ്റോക്കിന് 100 രൂപയെ വിലയുള്ളൂ, പക്ഷെ ഇപ്പോൾ 200 രൂപയുണ്ട്. അപ്പോൾ ആ അധികമായിട്ടുള്ള 100 രൂപയെ ബബിൾസ്, കുമളകൾ എന്നാണ് വിശേഷിപ്പിക്കുക. ഈ ഒരു അവസ്ഥ ഒരുപാട് സ്റ്റോക്കുകളുടെ കേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് വ്യാപകമായിട്ട് ബബിൾസ് എന്ന പ്രതിഭാസം ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതായത് സ്റ്റോക്കുകൾ ആക്ച്വൽ വാല്യൂവിനേക്കാൾ വളരെ ഉയർന്ന മൂല്യത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അവസ്ഥ, ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ഇത് നല്ലതല്ല. മൂന്നാമത്തെ പ്രശ്നം റെഗുലേറ്ററി ചലഞ്ചസ് ആണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെയും മ്യൂച്വൽ ഫണ്ടിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സെബി ആണ്. നിക്ഷേപകരും നിക്ഷേപങ്ങളും വളരെ വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ സെബിക്കും റെഗുലേറ്ററി അതോറിറ്റികൾക്കും കാര്യങ്ങൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട് എന്നത് സത്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ തടയുക എന്ന വലിയ കർത്തവ്യം സെബിക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റവും പെർഫെക്റ്റായി ചെയ്യാൻ താൽക്കാലികമായിട്ടാണ് എങ്കിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഇനി നാലാമത്തെ ചലഞ്ചസ് ഫിനാൻഷ്യൽ ഇനീക്വാളിറ്റി ആണ്. ഇന്ത്യയിൽ നിലവിൽ ഈ പ്രശ്നമുണ്ട്, ഫിനാൻഷ്യൽ ഇനീക്വാളിറ്റി. അതായത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, സമ്പന്നർ വീണ്ടും വീണ്ടും സമ്പന്നരാവുകയും ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് എത്തുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള റിട്ടേൺ വളരെ വലിയ തോതിൽ വർദ്ധിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലൂടെ വളരെ മികച്ച രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടുതൽ പണം കയ്യിലുള്ള വ്യക്തികൾ വളരെ പെട്ടെന്ന് കൂടുതൽ സമ്പാദിച്ചേക്കാം. കാരണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശേഷി കൂടുതലാണ്. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ഇൻവെസ്റ്റ് ചെയ്യാൻ ശേഷിയില്ലാത്തവർക്ക് നേട്ടങ്ങൾ ഇല്ല, അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇനി കൾച്ചറൽ ചേഞ്ചസിനെ പറ്റിയാണ് പറയുക. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരായി മാറുമ്പോൾ ഇവിടെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കൾച്ചറിലും പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കും. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കൾച്ചറൽ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഡിക്ലൈൻ ഇൻ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ പരമ്പരാഗത നിക്ഷേപ സംവിധാനങ്ങളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവ. ബഹുഭൂരിപക്ഷ നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും റിയൽ എസ്റ്റേറ്റും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ താഴേക്ക് പോവാനാണ് സാധ്യത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത നിക്ഷേപങ്ങളുടെ പ്രസക്തി കുറയുന്ന ഒരു സാഹചര്യം. അതായത് ആളുകളുടെ ഒരു കൾച്ചർ മാറിയിരിക്കുന്നു. അവർ പരമ്പരാഗത നിക്ഷേപ ഇടങ്ങളെ ഉപേക്ഷിച്ച് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലേക്ക് കുടിയേറുന്ന സാഹചര്യം. ഇനി രണ്ടാമത്തെ കൾച്ചറൽ ചേഞ്ച് ആണ് ഷിഫ്റ്റ് ഇൻ സേവിങ് ഹാബിറ്റ്. നിലവിൽ ഇന്ത്യക്കാരുടെ ഒരു ഫിനാൻഷ്യൽ കൾച്ചർ എന്ന് പറയുന്നത് റിസ്ക് അധികമൊന്നും എടുക്കില്ല, റിസ്ക് കുറവുള്ള നിക്ഷേപങ്ങളെയും സേവിങ്സുകളെയും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഈ ഒരു കൾച്ചറിനാണ് മാറ്റം വരാൻ വേണ്ടി പോകുന്നത്. റിസ്ക് കൂടുതൽ എടുത്താൽ കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ലോങ് ടൈമിലേക്ക് റിസ്ക് എന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്നും അവർ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ചേഞ്ച് വലിയ തോതിൽ ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ്. റിസ്ക് എടുക്കില്ല എന്ന അവസ്ഥയിൽ നിന്നും കൂടുതൽ റിസ്ക് വളരെ ഇഫക്റ്റീവായി എടുക്കുകയാണ് എങ്കിൽ കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിയുന്ന ഒരവസ്ഥ. കൾച്ചറൽ ചേഞ്ചസിൽ മൂന്നാമത്തതാണ് എംപവർമെന്റ് ഓഫ് മിഡിൽ ക്ലാസ്. നമ്മുടെ നാട്ടിൽ മിഡിൽ ക്ലാസ് എന്നൊരു വിഭാഗമുണ്ട്. മിഡിൽ ക്ലാസിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന്. കാരണം മിഡിൽ ക്ലാസ് ആണ് ജീവിക്കാൻ ഏറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു എംപവർമെൻറ്റ്, അവർക്ക് സാമ്പത്തികമായി ഉയർച്ച നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകുന്നു, നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നടത്തുന്നു, അങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. മിഡിൽ ക്ലാസിൻ്റെ ഒരു എംപവർമെൻറ്റ്, ഒരു സാമ്പത്തിക ഉയർച്ച ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടിലേക്കായാൽ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കണ്ടു.
ചലഞ്ചസ് കണ്ടു. പക്ഷേ ഈ ചലഞ്ചസ് തൽക്കാലത്തേക്ക് മാത്രമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുപോലെ കൾച്ചറിൽ ഉണ്ടായേക്കാവുന്ന മാറ്റവും നമ്മൾ കണ്ടു. വളരെ വലിയ സാധ്യതകളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന നിക്ഷേപ ഇടം ഇൻവെസ്റ്റേഴ്സിനായിട്ട് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ലോങ് ടൈമിലേക്ക് ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഗുണമേ ചെയ്യൂ എന്ന കാര്യം ഉറപ്പാണ്.